എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പൗലോസ് അവിടെ ഒരു പദത്തെ പറയുകയാണ്. നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളണം. നിങ്ങൾക്ക് ഉപദേശം നൽകുന്ന, നിങ്ങളെ ആത്മീയമായി കൈത്താങ്ങുന്ന അവരെ ഓർത്തുകൊള്ളണം. അവർ നിങ്ങൾക്കൊരു മാതൃകയാണ്. ശുശ്രൂഷകരുടെ മാതൃക കണ്ട് ശുശ്രൂഷയിലേക്ക് ആകർഷിക്കപ്പെട്ട അനേകരുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് ഈ ശുശ്രൂഷയിലേക്ക് വരാൻ ശുശ്രൂഷകരുടെ മാതൃകയും ഒരു കാരണമായിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ നടത്തുന്നവരെ ഓർത്തുകൊള്ളുവിനെന്ന് പൗലോസ് പറയുന്നു. ചില ആളുകൾ പരിഹാസത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പാസ്റ്റർമാർക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ശുശ്രൂഷകരെ അധിക്ഷേപത്തോടെ പറഞ്ഞു. ഒരു ശുശ്രൂഷകൻ്റെ ജോലി സുവിശേഷം അറിയിക്കുകയും സുവിശേഷത്താലാണ് അയാൾ ഉപജീവിക്കുക പോലും ചെയ്യേണ്ടത്. സുവിശേഷകൻ സുവിശേഷം കൊണ്ട് ഉപജീവിക്കണം എന്ന് വേദപുസ്തകം തന്നെ അതിനെ പിന്താങ്ങും. ഒരു ടീച്ചറുടെ ജോലി അവർ പഠിച്ച സെക്കുലർ മേഖലയിലെ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അവരെ സെക്കുലർ വിദ്യാഭ്യാസത്തിലൂടെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഒരു ആത്മീയ അധ്യാപകൻ്റെ ജോലി അയാൾ ആത്മീയ അധ്യാപനം ചെയ്യുകയും അത് വ്യക്തികളെ, തൻ്റെ ആത്മീയ മക്കളെ ബോധ്യപ്പെടുത്തുകയും അവരെ ആത്മീയമായി ശക്തീകരിക്കും. ക്രിസ്തുവെന്ന പ്രായത്തിൻ്റെ പക്വതയോളം, ക്രിസ്തുവെന്ന തലയോളം അവരെ വളർത്തിയെടുക്കുന്നതാണ് ഒരു ആത്മീയ പിതാവിൻ്റെ ജോലി. അപ്പോൾ ഇങ്ങനെ നടത്തുന്നവരെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ എന്ന് പൗലോസ് പറയുകയാണ്. ഇനി ഒരാത്മീയ നേതൃത്വം ഈ ലോകത്തു നിന്നും ചില കാലങ്ങൾ ദൈവം അനുവദിച്ചിരിക്കുന്ന കാലങ്ങൾ കഴിഞ്ഞ് ലോകത്തു നിന്ന് മാറ്റപ്പെടും. എന്നാൽ നമ്മെ വിളിച്ച ദൈവം മാറ്റപ്പെടുന്നില്ല. ആ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ പാളയത്തിന് പുറത്ത് കഷ്ടം സഹിക്കണം എന്ന് പൗലോസ് പറയുകയാണ്. പാളയത്തിന് പുറത്ത് നിങ്ങൾ കഷ്ടം സഹിക്കണം. ആ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ഒരു യാഗവസ്തു ദഹിച്ച് ഇല്ലായ്മ ചെയ്യുന്നത് പോലെ, വെണ്ണീറായിത്തീരുന്നത് പോലെ പാളയത്തിന് കഷ്ടം സഹിക്കണമെന്ന് പൗലോസ് പറയുക. ക്രിസ്തു നമുക്ക് വേണ്ടി കുറ്റക്കാരനായിത്തീർന്നു. സുരക്ഷിത മേഖലകൾ വിട്ട് നമ്മയും പൗലോസ് പറയുകയാണ് പാളയത്തിന് പുറത്ത് കഷ്ടം സഹിക്കാൻ. കുറ്റക്കാരനല്ലായിരുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി കുറ്റക്കാരനായി തീർന്നു. സാധാരണ പാളയത്തിന് പുറത്ത് ഈ കുഷ്ഠരോഗികളും ശബത്ത് ലംഘനക്കാരെ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുന്ന സ്ഥലമാണ് പാളയത്തിന് പുറത്തുള്ള സ്ഥലം. അവിടേക്ക് നമ്മെ കുറ്റമറ്റവരാക്കി തീർക്കാൻ ക്രിസ്തു കുറ്റമുള്ളവനായി തീർന്നു. അങ്ങനെയുള്ള ക്രിസ്തുവിനോടൊപ്പം പാളയത്തിന് പുറത്ത് കഷ്ടം സഹിക്കണം. പൗലോസ് മറ്റൊരു പദം ആ ലേഖന ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. ഒരു നഗരങ്ങളും ഒരു ഭരണകൂടവും ഇവിടെ സ്ഥിരമല്ല, എപ്പോഴും തറയിൽ വീഴാം. രാജാക്കന്മാരെ ഇരുത്തുന്നതും വാഴിക്കുന്നതുമെല്ലാം ദൈവമാണ്. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം വരച്ച വട്ടത്തിനകത്താണ് അവർ ഭരണം നടത്തുന്നത്. അതിനപ്പുറം പോയാൽ ആ ഭരണത്തെ താഴെ ഇറക്കാൻ ദൈവത്തിനധികം സമയം വേണ്ട. യഹൂദന്മാർ വളരെയധികം ബഹുമാനമായി കരുതിയിരുന്ന യെരുശലേം ദേവാലയം AD 70 ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ചില കാക്കക്കൂട് തകർന്നു പോകുന്നത് പോലെ ചില വലിയ സാമ്രാജ്യങ്ങൾ തകർന്നെന്നിരിക്കാം. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല പൗലോസ് പറയുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി പാളയത്തിന് പുറത്ത് നിങ്ങൾ കഷ്ടം സഹിക്കണം. ആ പാളയത്തിന് പുറത്ത് നിങ്ങൾ കഷ്ടം സഹിക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം നിലനിൽക്കുന്ന നഗരത്തിന് ഉടമയായി നിങ്ങൾ മാറുകയാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം സവിസ്തരം പൗലോസ് പറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഒരു വെണ്ണീറാകിത്തീരുന്നത് പോലെ പാളയത്തിന് പുറത്ത് കഷ്ടം സഹിക്കാൻ ചെറിയ ഒരു കാര്യത്തെ അല്ല പൗലോസ് പറയുന്നു. ആ പാളയത്തിന് പുറത്ത് കഷ്ടം സഹിക്കുമ്പോൾ
നമ്മുടെ സാമ്പത്തികമായ മേഖലകളിൽ നഷ്ടം വന്നിരിക്കാം, നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേറ്റെന്നിരിക്കാം. അങ്ങനെയുള്ള പല മേഖലയിലൂടെ ഒരു വെണ്ണീരായ ഒരു യാഗവസ്തു ഇല്ലായ്മ ചെയ്തു പോകുന്നത് പോലെ ഒരു സാഹചര്യം ഉണ്ടായെന്നിരിക്കാം. അപ്പം ഇവിടെ ഈ ഭാഗം പറഞ്ഞ് അവസാനിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഒരു അനുഗ്രഹത്തിനുള്ള ഒരു ഫോർമുല മുമ്പിൽ വയ്ക്കുകയാണ്. നിങ്ങളെ നടത്തുന്നവർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കും. ഇപ്പോൾ നമ്മുടെ കൂടെയിരിക്കുന്ന നമ്മെ നടത്തുന്നവരെ അനുസരിക്കുകയും മുമ്പായിരുന്നവരെ ഓർക്കുകയും വേണം. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച ഭക്തന്മാരെ ഓർക്കണം. ഇനി നിങ്ങളെ നടത്തുന്നവർ നിങ്ങളുടെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന, നിങ്ങളെ ആത്മീയ ശിക്ഷണം ചെയ്യുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളെ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, ദൈവവേലക്കാർ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് ദൈവസന്നിധിയിൽ. അതുകൊണ്ട് ആ വേല അവർ സന്തോഷത്തോടെ ചെയ്യാൻ, സാധാരണ ഒരു ശുശ്രൂഷകന് പലതരത്തിലുള്ള ഭാരങ്ങളുണ്ട്. ശുശ്രൂഷകൾക്കകത്തുള്ള ഭാരം, ശുശ്രൂഷയ്ക്കകത്തുള്ള ആത്മഭാരം, പുറത്തുനിന്ന് ആത്മീയമായ ശുശ്രൂഷ എതിർപ്പുകളിൽ നിന്നുണ്ടാകുന്ന ഭാരം, സുവിശേഷ വിരോധികളിൽ നിന്നുള്ള ഭാരം, അതുപോലെ മറ്റ് ആത്മീയ പോരാട്ടങ്ങൾക്കകത്തുണ്ടാകുന്ന ഞെരുക്കങ്ങൾ, ആ ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങൾ. അതുകൊണ്ട് ഇതിനകത്തും ഞെരുക്കമുണ്ടാകാതിരിക്കാൻ ശുശ്രൂഷകന് എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് പൗലോസ് പറയുകയാണ്. സാമ്പത്തികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള കൈത്താങ്ങലുകൾ, വെളിയിൽ നിന്ന് ഭാരമുണ്ടാകുമ്പോൾ അകത്തും ഭാരമുണ്ടാകാതെ, ശുശ്രൂഷകരിൽ നിന്ന്, ദൈവമക്കളിൽ നിന്ന്, ആത്മീയ സമൂഹത്തിൽ നിന്ന് ശുശ്രൂഷകർക്ക് ഭാരമുണ്ടാകാതിരിക്കാൻ, ബഹുമാനം കൊടുക്കാൻ, കൂട്ടായ്മ കാണിക്കാൻ, ഹൃദയം നിറഞ്ഞ് അവർ ശുശ്രൂഷ ചെയ്യാൻ, ഹൃദയം നിറഞ്ഞ് വേല സന്തോഷത്തോടെ ചെയ്യുന്നെങ്കിൽ അത് ആ ഉൾപ്പെട്ട് നിൽക്കുന്ന ആത്മീയ സമൂഹത്തിന് അനുഗ്രഹമാണ്. അത് ഹൃദയം നിറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുന്നെങ്കിൽ, ഹൃദയം നിറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. അങ്ങനെ ഒരു ശുശ്രൂഷകന് ആവശ്യമായ ആത്മീയമായ ഒരു പ്ലാറ്റ്ഫോം, സന്തോഷകരമായി ശുശ്രൂഷ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഒരുക്കി കൊടുത്താൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. അങ്ങനെ ഒരു ആത്മതലത്തിലേക്ക് ശുശ്രൂഷകരും ദൈവമക്കളും അങ്ങനെയുള്ളൊരു ആത്മബന്ധത്തിലേക്ക് കടന്നു വരാൻ, അതിലൂടെ നന്മകൾ പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.